അജയ് കുഞ്ഞുമോൻ ചേരുന്നുണ്ട്. അജയ്, പോപ്പ് ബസിലിക്കയിൽ എത്തിയിരിക്കുകയാണ്. സ്ഥാനാരോഹണ ചടങ്ങുകൾ തുടങ്ങിയോ? എന്തൊക്കെ ചടങ്ങുകളാണ് നടക്കാനിരിക്കുന്നത് അവിടെ? അമൃത, സ്ഥാനാരോഹണ ചടങ്ങുകളെല്ലാം തന്നെയും വത്തിക്കാനിൽ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വൈദികരുടെ സംഘം, ഒപ്പം തന്നെ കർദിനാൾമാരുടെ സംഘം അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക ദേവാലയത്തിലേക്ക് വരും. ഈ ദേവാലയത്തിലാണ് ഈ ചടങ്ങുകൾ ആരംഭിക്കുക. അല്പസമയത്തിനകം തന്നെ പുതിയ നിയുക്ത ലിയോ 14 മാർപ്പാപ്പ അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തും. കുർബാനയോടുകൂടെ തന്നെയാണ് ഇന്നത്തെ ഈ ചടങ്ങുകൾ തുടങ്ങുന്നത്. അമൃത സൂചിപ്പിച്ചതുപോലെ തന്നെ കത്തോലിക്ക സഭയുടെ 267ാമത്തെ മാർപ്പാപ്പയായാണ് ലിയോ 14 മാർപ്പാപ്പ ഇന്ന് സ്ഥാനാരോഹണം ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ അവിടെ നടക്കുന്നത് സകല വിശുദ്ധരുടെയും ലുത്തിനിയാണ്. സകല വിശുദ്ധരുടെയും ലുത്തിനിയയ്ക്ക് ശേഷമാണ് വിശുദ്ധ കുർബാന നടക്കുന്നത്. ജപമാലയായിരുന്നു. ജപമാലയ്ക്ക് ശേഷം സകല വിശുദ്ധരുടെയും ലുത്തിനിയ നടക്കുന്നു. ബിഷപ്പുമാരും കർദിനാൾമാരും അടക്കമുള്ള ആളുകൾ വരികയാണ്. ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് കർദിനാൾമാരിൽ പെട്ട പ്രതിനിധികൾ, ആർച്ച് ബിഷപ്പുമാരിൽ നിന്നുപെട്ട പ്രതിനിധികൾ, ഒപ്പം തന്നെ വിശ്വാസികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 18 പേരടങ്ങുന്ന ഒരു സമൂഹമാണ് ഇന്നത്തെ ചടങ്ങുകൾക്ക് പ്രധാനമായും കാർമ്മികത്വം വഹിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ലിയോ 14 മാർപ്പാപ്പ വിശുദ്ധ കുർബാനയ്ക്ക് ഇടുന്ന ലോഹ്യം ധരിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. കുർബാനയ്ക്കിടെയാണ് മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണത്തിൻ്റെ ചടങ്ങുകൾ പ്രധാനമായും നടക്കുക. സഭയെ നയിക്കുന്ന ഇടയൻ എന്ന സൂചകമായി പാലിയം സ്വീകരിക്കലാണ് ഇതിൽ പ്രധാനമായും മുഖ്യ ചടങ്ങെന്ന് പറയുന്നത്. കർദിനാൾ സംഘത്തിൻ്റെ ഡീനായ കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്റാറയാണ് ഇത് നൽകുന്നത്. ഒപ്പം തന്നെ വൈസ് ഡീൻ കർദിനാൾ ലിയാൻഡ്രോ സാന്ദ്രി, വത്തിക്കാൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി പിയാട്രോ പരോളിൻ എന്നിവർക്കൊപ്പം വേദിയിലെത്തി മാർപ്പാപ്പ പാലിയം അണിയും. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വിശുദ്ധ കുർബാനയ്ക്ക് മുൻപോടിയായി മുഖ്യ കാർമ്മികനായ ലിയോ 14 മാർപ്പാപ്പ ധൂപം വീശുകയാണ്. വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുൻപ് മരിച്ചുപോയവർക്ക് വേണ്ടിയും ഒപ്പം തന്നെ സഭയിലുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കുർബാനയ്ക്ക് മുൻപായി ധൂപം വെക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുർബാന ആരംഭിച്ചിരിക്കുകയാണ്. ഈ കുർബാനയ്ക്കിടയിലാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുന്നത്. ഈ സമയത്ത് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തും അറിയാതെ ചെയ്ത എല്ലാ തെറ്റുകളോടും എന്നോട് പൊറുക്കണമേ എന്നുള്ള അർത്ഥം വരുന്ന പ്രാർത്ഥന ചൊല്ലുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നീട് എനിക്ക് മാപ്പ് തരണമേ, ഈ കുർബാന അർപ്പിക്കാൻ ഞാൻ യോഗ്യനാകുന്നു എന്ന തരത്തിലുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന കഴിയുന്നു. നേരെ കുർബാനയിലേക്ക് പ്രവേശിക്കുകയാണ്.
ധൂപാർപ്പണത്തിന് ശേഷം പത്രോസിൻ്റെ കബറിടത്തിൽ ധൂപാർപ്പണം നടത്തിയതിനു ശേഷം തിരികെ അൾത്താർ സംഘവും വൈദികരും ബിഷപ്പുമാരും കർദിനാൾമാരും തിരുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻവശത്തേക്ക് കുർബാന അർപ്പണത്തിനായി വരുന്ന ദൃശ്യമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൗരസ്ത്യ സഭയിൽ നിന്നുള്ള കർദിനാൾമാരും ഇന്ന് സഹകാർമ്മികരായി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. വിശുദ്ധ പത്രോസിന്റെ കബറിടത്തിങ്കൽ ധൂപാർപ്പണം നടത്തുകയാണ് ചെയ്തത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പത്രോസിന്റെ കബറിടത്തിൽ ധൂപാർപ്പണം നടത്തിയതിനു ശേഷം കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികനാകുന്ന ലിയോ 14 മാർപ്പാപ്പയും ഒപ്പം തന്നെ വൈദികരും കർദിനാൾമാരും ബിഷപ്പുമാരും അൾത്താര ബാലന്മാരും എല്ലാം ഒരുമിച്ച് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ചത്തുരത്തിലേക്ക് സമൂഹ ബലിക്കായി വരികയാണ്. പത്രോസ് കത്തോലിക്ക സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു പത്രോസിൻ്റെ പിൻഗാമിയായാണ് മാർപ്പാപ്പമാരെ കത്തോലിക്ക സഭ പറയപ്പെടുന്നത്.